നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു സുഹൃത്താണ്. ഈ ഒരു സുഹൃത്തിന് ഒരു സ്പെഷ്യൽ സുഹൃത്താണ്. നമ്മളിപ്പം ജനുവരി മാസം നമ്മുടെ വടക്കേ മലബാറിലൊക്കെ ഉത്സവത്തിൻ്റെ ഒരു കാലമാണല്ലേ. തെയ്യവും തിറകളും ഉത്സവ വരവുകളും. നമ്മൾ ഉത്സവകാലത്ത് നമ്മുടെ നാട്ടിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അതിൻ്റെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിനുമപ്പുറം നമ്മൾ പോകുന്ന അമ്പലത്തിലെ ഐതിഹ്യങ്ങൾ, ചരിത്രങ്ങൾ, അമ്പലത്തിലെ പിന്നെ കഥകൾ, അമ്പലത്തിലെ ഓരോ വരവുകളുടെ പ്രത്യേകത, അമ്പലത്തിലെ വാദ്യങ്ങളുടെ പ്രത്യേകത, വാദ്യമേളക്കാരുടെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകുമ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. വിശ്വാസികൾക്ക് അത് കുറച്ചുകൂടി വളരെ ഉപകാരപ്രദമായിരിക്കും. ഏകദേശം ഒരു 3-4-5 വർഷം, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലാണ് ഒരു പോസ്റ്റ് കാണുന്നത്. ആ പോസ്റ്റിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ ഉത്സവ സമയമായിരുന്നു. ആ ഉത്സവത്തിന്റെ ഓരോ വിശേഷങ്ങളും വളരെ കൃത്യമായി, വളരെ ലളിതമായ ഭാഷ, പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു മുത്തശ്ശി മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക, വളരെ സിമ്പിളായിട്ട് ആ അമ്പലത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ എനിക്ക് വായിക്കാനിടയായി. അതുപോലെ അമ്പലത്തിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ പ്രത്യേകത, അമ്പലത്തിലെ വരവുകളുടെ പ്രത്യേകത, അമ്പലത്തിലെ ആ ദൈവങ്ങളുടെ പ്രത്യേകത, അതുപോലെ അവിടെ വാദ്യം വരുന്ന കലാകാരന്റെ പ്രത്യേകത, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വളരെ താല്പര്യമായിട്ട് തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രൊഫൈൽ നോക്കിപ്പോയി. ശ്രാവൺ എന്നായിരുന്നു പേര്. അദ്ദേഹത്തിന്റെ ആ പ്രൊഫൈലിൽ നമ്മുടെ പ്രദേശങ്ങളിലെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹിസ്റ്ററികളും, അതിന്റെ ചരിത്രം, അമ്പലത്തിലെ ആഘോഷ പരവുകളുടെ പ്രത്യേകത, അപ്പൊ അത് വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ശ്രാവൺ കാർത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ട്രഡീഷണൽ ആർട്ട് റൈറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളെ പരിചയപ്പെടുത്തി അതിന്റെ ഐതിഹ്യങ്ങളും അതിന്റെ പുരാണങ്ങളൊക്കെ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതുകയും അങ്ങനെ എഴുതിയിട്ട് ഒരുപാട് അംഗീകാരങ്ങളും പിന്നെ ഒരുപാട് വലിയ വലിയ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ആദരവൊക്കെ വാങ്ങിയ ഒരു സുഹൃത്താണ് ശ്രാവൺ. നമ്മൾ ശ്രാവണെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. താങ്ക് യു. നമസ്കാരം ശ്രാവൺ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നുണ്ട്. ശ്രാവൺ എങ്ങനെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, അവരാണ് ഇപ്പോൾ എനിക്കെല്ലാം. അതായത് ഞാനും അമ്മയും അനിയനുമാണ് എൻ്റെ ഈ കുടുംബത്തിൽ. അച്ഛൻ എന്നെ വിട്ടിട്ട് ഒരു കൊല്ലമായി പോയിട്ട്. എവിടെ നാട് വരുന്നത് കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രത്തിനടുത്ത് ചേലി എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. എങ്ങനെയാണ് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഈ ചരിത്രങ്ങളും ഇതൊക്കെ ഏതൊരു സാഹചര്യത്തിലേക്ക് വന്നത്? ക്ഷേത്രങ്ങളിലേക്കും കാവുകളിലേക്കും ഈ ഇതിൽ തെയ്യം തിറയാട്ടത്തിലേക്കും മേഖലയിലേക്കും ചെണ്ടവാദന കലയിലേക്കും വന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ നിതീഷ് കുറുവങ്ങാട്, ഹരീഷ് തൂവക്കോട്, നിതീഷ് പെരുവണ്ണാൻ, കാഞ്ഞിലശ്ശേരി വിനോദമാരാര്, അഷിത കാമ്പട്ടം, അതുപോലെ തന്നെ ഗോകുൽദാസ് പെരുമ്പള്ളിയില്ലം, വിഭേഷ് ഇല്ലത്ത്, PT നിഖിൽരാജ് എന്നിവരുടെ പ്രചോദനം കൊണ്ടും അതിലൊരുപരി എൻ്റെ തറവാട് ക്ഷേത്രമായ കുന്നാരിയിൽ വളരെ ചെറുപ്പകാലം മുതലേ കണ്ടു തുടങ്ങിയ തെയ്യത്തിൻ്റെയും തിറയുടെയും ബാലപാഠങ്ങൾ, അതിലൂടെയാണ് ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരു 2 കൊല്ലം 3 കൊല്ലമായിട്ടുള്ള ഈ ഇതിലേക്ക് വന്നിട്ട്. അപ്പൊ ഇതില് ശ്രാവൺ ഒരുപാട് ആദരവൊക്കെ, ഒരുപാട് ആൾക്കാർ ആദരവൊക്കെ കിട്ടിയ ഫോട്ടോ കാണുന്നുണ്ട്. ഒരുപാട് ആദരവൊക്കെ ഈ രംഗത്ത് കിട്ടിയിട്ടുണ്ട്. ആദരവ് അംഗീകാരം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ന് പറയാൻ വെച്ചാൽ ഒന്ന് ഉണിച്ചിരാൻ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഉണിച്ചിരാൻ വീട് ദേവസ്വവും അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളായ തെയ്യം തിറയാട്ട സമിതി കുറുവങ്ങാടും, പിന്നെ അതുപോലെ തന്നെ കാന്തമ്പരി കാഞ്ഞിലശ്ശേരിയും കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രവും ഉൽക്കാവ് ദുർഗാദേവി ക്ഷേത്രവും ആണ് അംഗീകരിച്ചത്. അപ്പോൾ ഒരുപാട് ഓക്കെ. അപ്പൊ ഇതുപോലെ വലിയൊരു കാര്യമാണ് നമ്മുടെ തലമുറക്കൊക്കെ ഇത്തരം അറിവുകളൊക്കെ പകർന്നു നൽകുക. അതും വളരെ സരസമായ, എല്ലാവർക്കും പെട്ടെന്ന് ഹൃദ്യമാവുന്ന. ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. കാരണം ഞാൻ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വായിക്കുന്നു, അവർക്ക് വലിയ ഹെൽപ്ഫുൾ ആണ്. ശരിക്കും ഇതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അല്ലേ? ഇപ്പോൾ എഴുതാറുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് എൻ്റെ ചെറിയ പേഴ്സണൽ ഇഷ്യൂ ആയിട്ട്, അതായത് എൻ്റെ സ്വകാര്യ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടപ്പോ എഴുത്ത് അങ്ങ് മങ്ങിപ്പോയി. ചെറുതായുള്ള കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇപ്പൊ ഞാൻ ആ മേഖലയിലേക്ക് ചിന്തിക്കുന്നില്ല, എഴുത്തുന്ന മാർഗത്തിലേക്ക് പോകണമില്ല. ഇന്ന് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ വടക്കേ മലബാറിൽ, അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ തെയ്യം ആരംഭിക്കുന്ന ദിവസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴത്തേൽ ശ്രീ ഭദ്രകാളി കണ്ടത്തിരാമൻ ക്ഷേത്രത്തിലാണുള്ളത്. അതിൻ്റെ തൊട്ടരികിലായുള്ള ശ്രീ കിടാരത്തിൽ തലച്ചലോൻ ക്ഷേത്രത്തിലാണ് ഇന്ന് തിറ നടക്കുന്നത്. അതായത് അതിപ്രധാനമായ തീക്കുട്ടിച്ചാത്തൻ്റെ തിറയാണ് എന്നുള്ളത്. ദൂരത്തേക്ക് പോലും ആളുകൾ അനേകം പേര് നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായും ശ്രാവൺ ഇനിയും ഇതുപോലെ എഴുത്തുകൾ തുടരുക. മറ്റ് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട്
ഇതൊരു ദൈവാനുഗ്രഹമാണല്ലോ, ഈ ഒരു അനുഗ്രഹം നഷ്ടപ്പെടുത്താതിരിക്കും. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ എന്താ പറയാ, നമ്മളെ കഴിയുന്നില്ല. എഴുതാനുള്ള ഒരു മാർഗമായിട്ട് വരുമ്പോൾ ആ ഐശ്വര്യമുള്ള ആള് നമ്മളെ കൂടെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ മേഖലയെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു പ്രയാസമുള്ള വാർത്തയാണ്. ശരിക്കും ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. ഏതായാലും സാബൻ ഒരുപാട് സാബന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. കാരണം ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളാണ്. അപ്പോൾ സാബിന് എന്താ പറയുക, ദൈവികമായ കഴിവ് കിട്ടിയ ആളാണ്. അപ്പോൾ ഒരുപാട് ഉയർച്ചകളിലൊക്കെ സാബൻ എത്തട്ടെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. വേറെ എന്തെങ്കിലും നമ്മളെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരുപാട് പോസ്റ്റുകൾ ഞാൻ നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വളരെ നന്ദി. നിങ്ങളെ കൂടെ ഒരു ചെറിയ മനുഷ്യനായിട്ട് എന്നും ഞാൻ കൂടെ ഉണ്ടാവും. ബട്ട് ഒരു എഴുത്തുകാരനായിട്ടല്ല, ഉത്സവപ്രേമിയായിട്ടും തെയ്യം തിറയാട്ട പ്രേമിയായിട്ടും വാദ്യപ്രേമിയായിട്ടും എല്ലാ ഉത്സവപ്പറമ്പുകളും ഞാൻ എന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറയണം. നന്ദി സാർ. ഓക്കെ.